വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ വ്ലോഗ് ചെയ്യണേലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ലോഗാണ്. ഒരു ഇൻഫോർമേറ്റീവ് വ്ലോഗാണ്, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അതായത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളല്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ ഫുൾ നിങ്ങളെ ഡൗട്ട് കംപ്ലീറ്റ് തീർത്തുകൊണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ ഓർത്ത്. അപ്പൊ ഞാൻ ഇതൊരു 1 ഇയർ ആയിട്ടാണ് മെൻസ്ട്രൽ കപ്പ്, 1 ഇയറിൽ കൂടുതലായി ഇപ്പൊ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണത്. അപ്പൊ എനിക്കുണ്ടായ കുറെ അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇതിൽ വരുന്ന കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. എനിക്കുണ്ടായിരുന്ന ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇതില്. അതായത് മെയിൻ ആയിട്ട് പേടിയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇത് വെക്കുമ്പോൾ വേദനിക്കോ, ഇത് നമുക്ക് വെക്കാൻ പറ്റുമോ, ഇത് നമുക്ക് ശരിയാവോ എന്നൊക്കെ ഉള്ള കുറെ എന്താ പറയാ, ഈ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ ഹൈമൻ ബ്രേക്ക് ആവോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട്സ് ഇതിൽ വരുന്നുണ്ട്. സോ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഓർത്ത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പാണ്. പാഡിന് പകരം ലേഡീസ് യൂസ് ചെയ്യണ വേറൊരു ടെക്നിക്ക്, വേറൊരു രീതിയാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ മെൻസ്ട്രൽ കപ്പ് കാണിക്കുന്ന മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ പേടിക്കാതിരിക്കുക, അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ലാക്ക് ഓഫ് അവയർനെസ് ആണ് ഇത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എത്രയും പേടി നമുക്ക് വരില്ല. മനസ്സിലായ? അതായത് ഇപ്പോ എന്താ പറയുക, ഈ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഹൈമൻ ബ്രേക്ക് ആവോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേടി ഇതിലുണ്ടാവും. ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇത് മുകളിലേക്ക് കയറി പോവോ, ഇതിനിപ്പോ ലീക്കാവോ, അങ്ങനെ ഒരുപാട് ടെൻഷനും ചോദ്യങ്ങളും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം. സോ അതിനെല്ലാം ഞാനൊരു ഉത്തരം തരുന്നതാണ്. അപ്പൊ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ഇതിനെ പറയുന്നതാണ് സ്റ്റെം എന്ന്. പിന്നെ ഇതിൽ കുറെ വാക്യൂം ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഉള്ളത് കാരണമാണ് ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മളെ പുറത്തേക്ക് വരും. ഈ ഹോൾസ് ആണ് ഇതിനെ സ്റ്റിക്കായിട്ട് അതിനകത്ത് സുഖമായി ഇരുത്തിക്കണത്. എന്റെ കയ്യിലിരിക്കുന്നത് മീഡിയം ആണ്. അതിലേക്ക് വരാൻ ഇത് പി സേഫ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു പി സേഫ് ആണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു സംഭവം വാങ്ങിക്കാന്ന് ഓർത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനിത് എന്താ പറയാ, ഞാനിത് ഓർഡർ ഒക്കെ ചെയ്ത് വാങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി. എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ട് 6 മാസത്തോളം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ തുറന്ന് നോക്കും, വെക്കണോ വെക്കണ്ടെന്നൊക്കെ ആലോചിക്കും, പിന്നെ എടുത്തു വെക്കും, പിന്നെ നോക്കും, പിന്നെ എടുത്തു വെക്കും. 6 മാസത്തിന് ശേഷം ഞാനൊരു ദിവസം ഓർത്ത് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫെയിലിയർ ആണെങ്കിൽ ഓക്കെ, എനിക്ക് വേണ്ട, പാഡ് തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ഞാനൊരു ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം വെക്കും, ഫെയിലിയർ ആയി, പിന്നെ വെച്ച് നോക്കും, പിന്നെ ഫെയിലിയർ ആയി. ബിക്കോസ് നമ്മളിത് വെക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെ കൈ ബ്ലഡി ആവും. എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്കൊരു മെസ്സി ഫീല് ഫസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ഒന്നാമത് തന്നെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളുടെ വജൈനൽ പാർട്ട് ഒന്നുകൂടി സ്ട്രിങ് ആവും, ഒന്നും കൂടി ഇങ്ങനെ ക്ലോസ് ആവുമ്പോൾ നമുക്കത് ഒട്ടും വെക്കാൻ പറ്റില്ല. മാക്സിമം റിലാക്സ് ചെയ്തിട്ട് നമ്മളിത് വെക്കാൻ നോക്കുമ്പോഴേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വെച്ചപ്പോ എനിക്കിത് ശരിയായില്ല. ഞാന് രണ്ടാമത്തെ ദിവസവും ട്രൈ ചെയ്ത് നോക്കി. രണ്ടാമത്തെ ദിവസവും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ എങ്ങനെയും വെച്ച്, പക്ഷെ കുറച്ച് ലീക്കായിട്ട് വന്നു. അതായത് പ്രോപ്പറായിട്ടല്ല ഇരുന്ന് വെച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വെക്കുമ്പോൾ നമുക്ക് ഒട്ടും അതായത് ഒരു ഡിസ്റ്റർബൻസ് പാടില്ല. ഇത് വെച്ചെന്ന് നമുക്ക് തോന്നാനേ പാടില്ല. അതാണ് വേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ മേത്തില്ല എന്ന് അത്രയും കംഫർട്ടബിൾ ആയിരിക്കണം ഇത് വെക്കുമ്പോൾ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഓക്കെ ആണ്, ഇത് കറക്റ്റ് ആണ് ഇരിക്കണം എന്നുള്ളത്. അപ്പോ എന്താന്ന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഫസ്റ്റ് വെച്ചപ്പോ 2-3 പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ ഫെയിലിയർ ആയി. 4ാമത്തെ പ്രാവശ്യം വെച്ച് നോക്കിയപ്പോ ഇതകത്തൊക്കെ ഇരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇത് പ്രോപ്പർ ആയിട്ടില്ല വെച്ചതെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഫസ്റ്റ് ഒരു 1 മന്ത് എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാണ് ഇത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് മന്ത് ഇത് യൂസ് ചെയ്ത്, പിന്നെ ഞാൻ 2ാമത്തെ ദിവസം കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് വെച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആദ്യമായിട്ട് വെക്കുമ്പോൾ നമുക്കിത് പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. അപ്പൊ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ 2 മന്ത്സ് കഴിഞ്ഞിട്ട് 3rd മന്ത് തൊട്ടിട്ട് സത്യം പറയാല ഇതൊരു ലൈഫ് സേവറാണ്. സത്യം ലൈഫ് സേവറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് പീരീഡ്സിന്റെ ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് കുറച്ച് ഒരു
ബുദ്ധിമുട്ടുണ്ടാവും. മീൻസ് പെയിൻ ഒക്കെ ഉണ്ടാവണ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. 3rd ഡേ തൊട്ടിട്ട് നമ്മളിത് വെച്ചത് സത്യം പറഞ്ഞാൽ മറന്നു പോകും. ഞാൻ മറന്നു പോയിട്ടുണ്ട് ഇത് വെച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേത്ത് നമുക്ക് ബ്ലഡ് കാണില്ല, പാഡ് കാണില്ല. പാഡൊക്കെ വെക്കുമ്പോൾ കുറെ ബ്ലഡ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവും. നമ്മൾ എന്തോരം ബ്ലഡാ പോണെന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം ഇത് എടുത്തിട്ട് എടുക്കുമ്പോൾ എനിക്കിത് ഈ ഒരു പോർഷൻ ഇത്രയും ബ്ലഡൊക്കെ ഉണ്ടാവാറുള്ളൂ. ഈ ഒരു പോർഷനിലൊക്കെ അത്രയും ബ്ലഡൊക്കെ കാണാറുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം കുറെ ബ്ലഡ് ഒന്നും പോണില്ല, വെറുതെ നമ്മൾ കുറെ ചിന്തിച്ച് കൂട്ടിയതാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതൊക്കെയാണ് ഈ ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്കിത് 3 സൈസിൽ അവൈലബിൾ ആണ്: സ്മോൾ, മീഡിയം, ലാർജ്. സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികളാണ് സ്മോൾ യൂസ് ചെയ്യണത്. അതായത് പിന്നെ മീഡിയം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വജൈനൽ ബർത്ത് കൊടുക്കാത്ത സിസേറിയൻ ചെയ്യുന്ന ആൾക്കാർക്ക് മീഡിയം മതി. ഞാൻ മീഡിയം ആണ് യൂസ് ചെയ്യണത്. എന്താ പറയാ, മീഡിയം അവർക്ക് കറക്റ്റ് ആയിരിക്കും. ബിക്കോസ് ലാർജ് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജൈനൽ ബർത്ത് കൊടുത്താൽ അവർ ആ പോർഷൻ കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പൊ അത് കാരണം അവർക്ക് ലാർജ് ആയിരിക്കും അവർക്ക് ഫിക്സ് ആവുക. എൻ്റെ അനുഭവം പറഞ്ഞെങ്കിൽ എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ യൂസ് ചെയ്യണത് എന്താ പറയാ മീഡിയം ആണ്. സോ സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീനേജേഴ്സിനും, മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജൈനൽ ബർത്ത് കൊടുക്കാത്ത ആൾക്കാർക്കും, പിന്നെ ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജൈനൽ ബർത്ത് കൊടുത്ത ആൾക്കാർക്കുമാണ് ലാർജ് യൂസ് ചെയ്യണത് മെയിൻലി ആയിട്ട്. സോ ഇതിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര മണിക്കൂർ ഇരിക്കും എന്നുള്ളതാണ്. ഇത് എത്ര മണിക്കൂർ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 to 10 hours വരെ ഇരിക്കും. ഞാനൊരു എന്താ പറയാ 6 hours ഒക്കെ ആവുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെക്കാറുണ്ട്, രണ്ടാമത് വെക്കാറുണ്ട്. പക്ഷെ 8 to 10 hours ഇത് സുഖമായിട്ടിരിക്കും, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഞാൻ അങ്ങനെയും വെച്ചിട്ടുണ്ട്, 8 hours ഒക്കെ ഞാനിത് വെച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. അപ്പോഴും ബ്ലഡ് ഈ ഒരു ലെവലിലൊക്കെ നിറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറേജിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഇത് ഓരോ പ്രാവശ്യം വാങ്ങിച്ച 10 years വരെ യൂസ് ചെയ്യാന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. അപ്പോ മീൻസ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ചീത്താവൊന്നുമില്ല. ഇതിന്റെ ഒരു ഗ്രിപ്പ്, ഇത് ചീത്താവണം വരെ നമുക്കത് യൂസ് ചെയ്യാം. എത്ര 8 to 10 years യൂസ് ചെയ്യാം. ഇത് പാഡ് വാങ്ങിക്കണമെങ്കിൽ എത്രയോ പൈസ നമ്മൾ എല്ലാ മാസവും ചെലവാക്കണം. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പൈസ നമ്മളെ ലാഭമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ പാഡ് വാങ്ങിക്കണ കാര്യം തന്നെ മൈൻഡിൽ നിന്ന് പോകും. ഹൗ ടു യൂസ്, അതായത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് 5 to 10 minutes എങ്കിലും ഇതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത് എല്ലാം കഴിയുമ്പോഴും ഇത് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യണം. അതായത് 5 to 10 minutes ഇത് നല്ലവണ്ണം സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ ഇത് യൂസ് ചെയ്യണ മുമ്പ് നമ്മളെ കൈ നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകണം. ക്ലെൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൈ നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 3 ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. 3 ടൈപ്സിൽ ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതായത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ടൈപ്പ് എന്നാണ്. സി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. സി ടൈപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കറക്റ്റ് സി പോലെ ഇരിക്കും. നിങ്ങൾക്കിത് കാണുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ കാണിച്ച സി ടൈപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ച് ഡൗൺ മെത്തേഡ്. അതായത് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഡൗൺ ആക്കിയിട്ട് വെക്കും. ദിസ് ഈസ് കോൾഡ് പഞ്ച് ഡൗൺ മെത്തേഡ്. ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഒരു പോർഷൻ, ഇതാണ് ഞാൻ യൂസ് ചെയ്യണ മെത്തേഡ്, പഞ്ച് ഡൗൺ മെത്തേഡ്. പഞ്ച് ഡൗൺ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ആ മെത്തേഡാണ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ 7 ഷേപ്പിലുള്ള ഒരു മെത്തേഡ് ഉണ്ട്. 7 ടെക്നിക്ക് എന്നാണ് അതിനെ പറയണത്. ഇതൊരു 7 പോലെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. 7 ടൈപ്പ് മെത്തേഡ് എന്ന് പറയും. ഈ 3 ടൈപ്സിലാണ് നമ്മളിത് യൂസ് ചെയ്യണത്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് പഞ്ച് ഡൗൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് എനിക്ക് സുഖമായിട്ട് തോന്നിയത്. എനിക്ക് കംഫർട്ടബിളോ അതാണ്. നിങ്ങൾ 3 ടൈപ്പിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കണം. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. മനസ്സിലായോ? ഒരെണ്ണം മാത്രം നിങ്ങൾ ശ്രമിച്ചിട്ടോ എനിക്ക് പറ്റണില്ല 3 ടൈപ്പിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാകും. നിങ്ങൾക്ക് ലൂബ് വാങ്ങിക്കാൻ കിട്ടും. ലൂബ്രിക്കന്റ് ഒരു എന്താ പറയാ ഒരു സ്ലിപ്പറി പോലത്തെ ലൂബ്രിക്കൻസ് വാങ്ങിക്കാൻ കിട്ടും. അവൈലബിൾ ആണ് ഇപ്പൊ മാർക്കറ്റിൽ. അപ്പൊ അത് ജസ്റ്റ് ഇതിൽ സ്പ്രെഡ് ആയി കൊടുക്കുക. എന്നിട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. എന്താ പറയാ ഇത് ലൂബ്രിക്കന്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഡ്രൈ ആണെങ്കിലും പേടിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, പേടിക്കാതിരിക്കുക, നല്ല റിലാക്സ് ചെയ്തിരിക്കുക.
പിന്നെ ഇതിന് 3 പൊസിഷൻസും ഉണ്ട് ഇത് വെക്കണേന്, അത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഇത് ലൂബ്രിക്കന്റ് യൂസ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റും. നമ്മൾ പറയാൻ പോണത് ഹൗ ടു പ്ലേസ്. ഇത് നമുക്ക് വെക്കണമല്ലോ, ഇത് എങ്ങനെ വെക്കാം എന്നുള്ളതാണ്. ഞാനിപ്പോ 3 ടൈപ്പ് ഇത് ഫോൾഡ് ചെയ്യണ കാര്യം പറഞ്ഞു തന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു പ്ലേസ്, ഇത് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് 3 ടൈപ്പിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. സ്ക്വാട്ടിംഗ് പൊസിഷനാണ് നല്ല ഈസി ആയിട്ടുള്ള പൊസിഷൻ എന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് സ്ക്വാട്ടിംഗ് പൊസിഷനാണ് എനിക്ക് കംഫർട്ടബിൾ. ഞാൻ 3 ടൈപ്പ് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് നമ്മൾ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ഇരുന്നു കൊണ്ടിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് 2ാമത്തെ മെത്തേഡ്. 3ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 leg raise പൊസിഷൻ. 3ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാല് മുകളിലേക്ക് വെച്ചിട്ട് 1 leg സ്റ്റാൻഡിങ് പൊസിഷനിൽ നമുക്ക് നിന്നിട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് 3ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പറയാനുള്ളത്, നമ്മളിത് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്നാലേ ഇത് നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റില്ല. എത്രത്തോളം നമ്മൾ റിലാക്സ് ആയിരിക്കണം അത്രത്തോളം ഈസി ആയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ടെൻഷൻ അടിക്കും തോറും നമുക്ക് വജനൽ പാട്ട് ഒന്നും കൂടി സ്ട്രിങ്ക് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒട്ടും നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം നല്ലോണം ഡീപ് ബ്രെത്ത് എടുക്കുക, നല്ല റിലാക്സ് ചെയ്തിരിക്കുക. ഏത് പൊസിഷനാണ് കംഫർട്ടബിൾ എല്ലാ പൊസിഷനും ട്രൈ ചെയ്ത് നോക്കുക. ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് വെക്കാൻ പറ്റും. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ മെൻസസ് വരണ അന്ന് ഇത് ടെസ്റ്റ് ചെയ്യാണ്ട് കുറച്ച് ദിവസം മുന്നേ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇത് വെച്ചത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡൗൺ പാർട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റൗണ്ടായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് കറക്റ്റാണ്, സക്ഷനായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും മനസ്സിലാവും. നെക്സ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഇരുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് വെച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഈ ഡൗൺ പോർഷൻ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അവിടെ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ വാക്യൂം ഹോൾസ് ഇങ്ങനെ മടങ്ങിയൊക്കെ ഇരിക്കണമെങ്കിൽ ഇത് അങ്ങോട്ട് നിവർന്നിരിക്കും. ഈ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു എയർ സർക്കുലേഷൻ ഇവിടെ നടക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് പോയിട്ട് ഫിക്സ് ആയിരിക്കും മടങ്ങിയിരിക്കണമെങ്കിൽ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് വലിക്കാനല്ല. ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങിച്ചപ്പോൾ എൻ്റെ വിചാരം ഈ സംഭവം എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ച് എടുക്കാന്നുള്ളതാണ്. പക്ഷെ അതല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഈ പൊസിഷൻ ഇപ്പം ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായത്? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഇത് പിടിച്ച് വലിക്കാനുള്ളൊരു സംഭവം അല്ല. അത് ഞാൻ മണ്ടത്തരം കാണിച്ച പോലെ നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. ഒരിക്കലും ഇത് പിടിച്ച് വലിക്കരുത്. പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും. പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ, ബിക്കോസ് ഇത് വാക്യൂമാണ്, അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്കായിരിക്കണം. പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു റിമൂവ് ഇറ്റ്. ഇത് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് എടുക്കണമല്ലോ, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് കാരണം അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു പിഞ്ച് ഇവിടെ ഈ ഒരു പിഞ്ച് കൊടുത്തിട്ട് എടുക്കുമ്പോൾ ആ ഒരു എയർ റിലീസാവും. അപ്പോൾ സുഖമായിട്ട് ഇതിങ്ങനെ വേഗം വരും. എപ്പോഴും പിൻ ചെയ്തിട്ട് ഡൗണിലേക്ക് വലിക്കുക. അപ്പോൾ അത് സുഖമായിട്ട് ആ എയർ അവിടെ നിന്ന്, ആ വാക്യൂം അവിടെ നിന്ന് പോവും. സുഖമായിട്ട് നമുക്ക് പുറത്തേക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇത് പുറത്തേക്ക് എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മളിത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ചിലപ്പം കയ്യിൽ ബ്ലഡ് വന്നേക്കാം, ഒരു മെസ്സി ഫീൽ ഉണ്ടായേക്കാം. അത് നമ്മളത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു 1 month 2 month ആകുമ്പോൾ നമ്മളത് കംഫർട്ടബിൾ ആവും, നമുക്കത് പരിചയപ്പെടും. അപ്പൊ പിന്നെ ഈ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവൂല, ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു 1 month 2 month നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും ഇത് പാഡിന്റെ കാര്യം നമ്മൾ ചിന്തിക്കേയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡ് വെച്ച് കഴിയുമ്പോൾ എന്തൊക്കെയോ ഇറിറ്റേഷനാണ്. നിങ്ങൾക്കറിയാലോ, അത് കുറേ നേരം വെച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവണ ഒരു ഇറിറ്റേഷൻ, സ്മെല്ല്, കുറേ ബ്ലഡ് പോകണമെന്നുള്ള ഫീല്, അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര കഷ്ടപ്പാടാണ് പാഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഒരു 1 month 2 month ആകുമ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആവും. ഡെഫിനറ്റ്ലി നിങ്ങൾ കംഫർട്ടബിൾ ആവും, ഉറപ്പായിട്ടും. സോ നിങ്ങൾ ട്രസ്റ്റ് മീ, ഇത് നിങ്ങളെ ലൈഫ് സേവർ തന്നെ ആയിരിക്കും. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ലൈഫേ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യണ പോലെ ലാസ്റ്റും ഇത് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്യുക, നല്ലോണം ഡ്രൈ ആക്കുക. എന്നിട്ട്
നമുക്കൊരു പൗച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക, ഇതിനകത്ത് തന്നെ പൗച്ചിലാക്കുക, ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കുക, ഡ്രൈ പ്ലേസിൽ വെക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ്, ഇത് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി പോവോ, അല്ലെങ്കിൽ ഇത് ഇനി എടുക്കാൻ പറ്റാണ്ടാവോ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇത് മുകളിലേക്ക് കയറി പോണ പ്രശ്നമില്ല. മുകളിലാകെ ചെറിയൊരു ഹോളാണുള്ളത്, അതിലേക്കൂടെ ബ്ലഡ് വരാനുള്ള ഒരു സ്പേസേ ഉള്ളത്, മുകളിലേക്ക് കയറി പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. പിന്നെ ചെറിയ കുട്ടികൾ, ടീനേജേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഹൈമൻ ബ്രേക്ക് ആവുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇതൊരിക്കലും ഇതും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ചില കുട്ടികൾ ഇപ്പോൾ ഹൈമൻ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വെക്കണമെന്നൊന്നുമില്ല. സൈക്കിൾ ഓട്ടുന്ന കുട്ടികൾ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൈമൻ ബ്രേക്ക് ആവും. പിന്നെ ഹൈമൻ ഇല്ലാതെയും കുട്ടികൾ ജനിക്കുന്നുണ്ട്. സോ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് അറിഞ്ഞിരുന്നത് നല്ലതായിരിക്കും. നമ്മൾ അറിയാണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. ബിക്കോസ് കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞാലേ നമുക്ക് കുറേ കാര്യങ്ങൾ മൈൻഡിൽ ക്ലിയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. സോ ഞാൻ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യണം നല്ലതായിരിക്കും. ചിലപ്പോൾ അവർ വെക്കുന്നത് ശരിയല്ലെങ്കിൽ മേ ബി ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഒരുപാടൊന്നും ലീക്ക് ആയില്ലെങ്കിലും 1 or 2 ഡ്രോപ്സ് ഒക്കെ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പേടി വേണ്ട. ഒരു 1 to 2 months ഉള്ളിൽ നിങ്ങൾ ഓക്കെ ആവും. ഞാൻ യൂസ് ചെയ്യുന്നത് പി സേഫിൻ്റെ എന്താ പറയുക ബ്രാൻഡാണ്. ഞാൻ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നും പറയില്ല, ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തത് ഇതാണ്, എനിക്കിത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്, നല്ല ബ്രാൻഡാണ്. സോ മാക്സിമം നല്ല ബ്രാൻഡ് നോക്കി യൂസ് ചെയ്യുക. അതായത് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ കുറേ വർഷങ്ങൾ നമ്മളിത് യൂസ് ചെയ്യണം. സോ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം നല്ലത് നോക്കി വാങ്ങിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.